Hi dear students, welcome to the new session of ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഹിസ്റ്ററിയുമാണ്. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന സൊസൈറ്റി, ആ ഒരു സൊസൈറ്റിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ CSR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CSR ഈസ് അബൌട്ട് ഹൗ കമ്പനീസ് മാനേജ് ദ ബിസിനസ് പ്രോസസ് ടു പ്രൊഡ്യൂസ് ആൻ ഓവറോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓവറോൾ ബിസിനസ് ഓർഗനൈസേഷൻ ഏതെല്ലാം രീതിയിലുള്ള പ്രോസസ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള പ്രോസസ്സുകളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് CSR എന്ന് പറയുന്നത്. CSR ഈസ് അബൌട്ട് ഹൗ കമ്പനീസ് മാനേജ് ദ ബിസിനസ് പ്രോസസ്. കമ്പനിയുടെ ബിസിനസ് പ്രോസസ്സുകൾ എങ്ങനെയാണ് കമ്പനി മാനേജ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊഡ്യൂസ് ആൻ ഓവറോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് CSRൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. CSR നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് CSR എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗനൈസേഷനെ ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓർഗനൈസേഷൻ ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ CSR വലിയ അധികം ഒരു റോള് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ നെസസറി ആയിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ CSR ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ഡെവലപ്മെൻറ്റ് CSRലൂടെ ബിസിനസ് ഓർഗനൈസേഷൻസിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇന്നത്തെ ഒരു CSR എന്ന് പറയുന്നത് നമുക്കറിയാം, കോർപ്പറേറ്റ് ഫിലോന്ത്രഫിയും കൂടെ ഉൾപ്പെടുന്ന ഒന്നാണ്. അതായത് സാമൂഹിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടെ ഉൾപ്പെടുന്ന ഒന്നാണ് CSR എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇന്ന് ബിസിനസ് ഓർഗനൈസേഷൻസ് CSR പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ CSRൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1880കളിലാണ്. 1880കളിൽ വെൽത്തി ബിസിനസ് മാൻ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലാന്ത്രോഫിസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രൂ കാർനെഗിയാണ് ഇത്തരത്തിലൊരു CSR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് തുടക്കമിട്ടിട്ടുള്ളത്. അദ്ദേഹം അന്നത്തെ ബിസിനസ് ഓർഗനൈസേഷൻസിനെയും അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ബിസിനസ് മാൻസിനെയും അദ്ദേഹം ചാലഞ്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചാലഞ്ച് ഇതായിരുന്നു: എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ചെയ്യണം, സോഷ്യൽ കോസസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ടുള്ള വെൽത്തി പീപ്പിൾസിനോട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ട് ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ബിസിനസ് മാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ട്, $1,000,000, $500,000 അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇതാണ് CSRൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്ന 1880കളിൽ ആൻഡ്രൂ കാർനെഗിൻ്റെ ഒരു ചലഞ്ച് ജോൺ ഡി റോക്ക്ഫെല്ലർ ഏറ്റെടുത്തു ചെയ്തു എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹിസ്റ്ററി വരുന്ന 1914ലാണ്. 1914 ഫ്രെഡറിക് ഗോഫ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ, അദ്ദേഹം ഒരു ബാങ്കറാണ്. അദ്ദേഹം ക്ലെവൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബാങ്ക് ഉണ്ട്. അദ്ദേഹം ഒരു ബാങ്കറാണ്. അദ്ദേഹം ആ ഒരു ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലെവൻറ്റ് ട്രസ്റ്റ് കമ്പനി അദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ക്ലെവൻറ്റ് ട്രസ്റ്റ് കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ ഒരു ഇൻഡിവിജ്വലിൽ നിന്നും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ സ്വീകരിക്കുന്നതിന് പകരം മൾട്ടിപ്പിൾ ഡോണേഴ്സിൽ നിന്നും എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡൊണേഷൻസ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ട്രസ്റ്റ് രൂപീകരിച്ചത്. സോ ഇതാണ് ഈ ഏറ്റവും ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി ഫൗണ്ടേഷനായിട്ട് അറിയപ്പെടുന്ന ക്ലെവലൻ ട്രസ്റ്റ് കമ്പനിയാണ്. അതും മറ്റൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു CSRൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് പറയാവുന്നതാണ്. 1914 ഫ്രെഡറിക് ഗോഫിൻ്റെ ക്ലെവലൻ ട്രസ്റ്റ് കമ്പനി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത്. അതിനുശേഷം 1940 വരെ വലിയ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ബിസിനസ്സുകളോ ഇത്തരത്തിൽ ചാരിറ്റികളിൽ കൂടുതലായിട്ട് സപ്പോർട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും പ്രധാനമായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം
ഫാദർ ഓഫ് CSR ആയിട്ട് അറിയപ്പെടുന്നത് ഹൊവാർഡ് ബോവനാണ് ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് CSR ആയിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം 1953 ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ദെൻ വിച്ച് അഡ്വക്കേറ്റഡ് ഫോർ ബിസിനസ് എത്തിക്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു സൊസൈറ്റിയൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കോൾഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ബിസിനസ് മാൻ. സോ ഒരു ബിസിനസ് മാനിന് സൊസൈറ്റിയോട് എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ളത് അദ്ദേഹം വിസ്തരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ബുക്കാണ് അദ്ദേഹം 1953 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ ബുക്ക് വളരെയധികം ഒരു ഇമ്പാക്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1970 CSR US, അതായത് അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം 1970-71 കൂടിയിട്ട് ഈ ഒരു CSR വളരെയധികം വ്യാപകമായിട്ട് തന്നെ നടപ്പിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ 1953 അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് വളരെയധികം ഒരു ഇൻഫ്ലുവൻസ് ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ അതുപോലെ തന്നെ 1970-71 കാലഘട്ടത്തിൽ തന്നെ പിന്നെ സൊസൈറ്റിയോട് ഒരു കോൺട്രാക്ട് ബിസിനസ് ഓർഗനൈസേഷൻസിന് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഈ CSR നടപ്പിലാക്കിയിരുന്നത് എന്നുള്ളതാണ്. അതായത് പബ്ലിക്കിൻ്റെ ഒരു കൺസെൻറ്റ്, പബ്ലിക്കിൻ്റെ ഒരു സമ്മതം നമുക്ക് ആവശ്യമാണ് ഇത്തരത്തിൽ ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് ലൈസൻസ് ടു ഓപ്പറേറ്റ്, അല്ലെ, ബിസിനസ് ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ലൈസൻസ് സൊസൈറ്റിയിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബിസിനസ് ഓർഗനൈസേഷൻസ് അന്ന് സൊസൈറ്റിയെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. then അതിനുശേഷം 1976 പ്രൊഫസർ സാന്ദ്ര എൽ ഹോംസ് അദ്ദേഹം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു CSRമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തിയിട്ടുണ്ട്. ആ ഒരു സർവേയും അതിൻ്റെ റിസൾട്ടുകളുമെല്ലാം ഈ ഒരു CSR ആക്ടിവിറ്റീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1979 പിന്നെ ആർക്കി ബി കാരോള് ഒരു 3-dimensional കോൺസെപ്ച്വൽ മോഡൽ CSRൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു CSRൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് CSRലേക്ക് വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1990 പ്രൊഫസർ ഡൊണ്ണ ജെ വുഡ് അവരും ഒരു പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതും ബിസിനസ് ഓർഗനൈസേഷൻസിനെ ഈ ഒരു CSR മേഖലകളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ് 1990 പ്രൊഫസർ ഡൊണ്ണ ജെ വുഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ള CSR റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പേപ്പേഴ്സും റിസർച്ചുകളും അതുപോലെ തന്നെ മോഡൽസും ഒക്കെയാണ് CSRൽ ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസിനും അതുപോലെ തന്നെ വെൽത്തി പീപ്പിൾസിനെയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പ്രചോദിപ്പിച്ചിട്ടുള്ള, അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ദെൻ നമ്മൾ CSR നടപ്പിലാക്കിയിട്ടുള്ള കമ്പനീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് പറയാൻ കഴിയുക ജോൺസൺ ആൻഡ് ജോൺസൺ ആണ്. അവരാണ് ഇത്തരത്തിലൊരു CSR ഏറ്റവും ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അതുപോലെ തന്നെ റോബർട്ട് വുഡ് ജോൺസൺ ആണ് അതിൻ്റെ ഫൗണ്ടറായിട്ട് അറിയപ്പെടുന്നത്. 1943 അവർ ഇത്തരത്തിലൊരു CSR അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. സോ അതാണ് ആദ്യത്തെ ഒരു കമ്പനിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ പുതിയ കാലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 20ാം നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയേഴ്സിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ CSR ആക്ടിവിറ്റീസ് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫൗണ്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും CSRനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ ബിസിനസ് ഓർഗനൈസേഷൻസ് അത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഈ 1970 അതുപോലെ തന്നെ 80-ലും 90-ലും എല്ലാം കണ്ടെത്തലുകളും അല്ലെങ്കിൽ അവിടെ നടത്തിയിട്ടുള്ള പേപ്പർ പ്രസൻറ്റേഷൻസും അല്ലെങ്കിൽ അവിടെ നടത്തിയിട്ടുള്ള റിസർച്ചുകളുടെയും എല്ലാം റിസൾട്ട് എന്നോണം നമുക്കിപ്പോൾ 2000-ന് ശേഷം വലിയ ഓർഗനൈസേഷൻസ് ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് CSR ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഓവറോൾ ഒരു വേൾഡ് ഹിസ്റ്ററി ആയിട്ട് നമുക്ക് CSRമായി ബന്ധപ്പെട്ട് ഒരു ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ CSR ഇൻ ഇന്ത്യയിലെ CSRൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം ഒന്ന് അഥർവണ വേദയാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഥർവണ വേദ, അതുപോലെ തന്നെ യജുർവേദ, ഋഗ്വേദ അല്ലെങ്കിൽ കൗഡില്യ, ഇങ്ങനെയുള്ള വേദങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു CSR ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് ഈ ഇന്ത്യക്കാരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോ അഥർവണ വേദ
യജുർവേദ എന്ന് പറയുന്നത് says that one should procure wealth with 100 hands and distribute it with 1000 hands. നമ്മുടെ അടുത്ത് പിന്നെ വെൽത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പരമാവധി മറ്റുള്ളവരിലേക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് അഥർവണ വേദയിൽ പറയുന്നത്. സോ അത് ഒരു CSRലേക്ക് പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള യജുർവേദയാണ്. ഇറ്റ് സേസ് ദാറ്റ് എൻജോയ് റിച്ചസ് വിത്ത് ഡിറ്റാച്ച്മെന്റ്, ഡു നോട്ട് ക്ലിങ് ടു ദം ബിക്കോസ് ദ റിച്ചസ് ബിലോങ് ടു ദ പബ്ലിക്, ദേ ആർ നോട്ട് യുവേഴ്സ് അലോൺ. അതായത് നമ്മൾ റിച്ച് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം, പക്ഷെ അത് ഒരിക്കലും എന്താവരുത്, ആ റിച്ച് ആയിട്ടുള്ള എൻജോയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രം എൻജോയ് ചെയ്യുന്നതാവരുത്, അത് പബ്ലിക്കിനും കൂടെ അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ റിച്ചായി എന്നുള്ളത് അത് നമ്മുടെ മാത്രം ഒരു റിച്ച് അല്ല, അല്ലെങ്കിൽ നമ്മുടെ മാത്രം ഒരു സമ്പാദ്യമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് പബ്ലിക്കിനും കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് CSR ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാം എന്നുള്ളതാണ് യജുർവേദയിൽ ഈ ഒരു കോട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഋഗ്വേദയിലേക്ക് വന്നു കഴിഞ്ഞാൽ there is also mention of the need for the wealthy to plant trees and build tanks for the community as it would bring them glory in life and beyond. Let us walk together, let us talk together, let our heart vibrate together. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, നമ്മൾ ടാങ്കുകൾ അല്ലെങ്കിൽ വാട്ടർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഗ്ലോറി ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ അതിലൂടെ ആയിരിക്കണം നമ്മുടെ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഋഗ്വേദയിൽ നിന്ന് നമുക്ക് നൽകുന്നത്. ദെൻ കൗടില്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾസോ എംഫസൈസ്ഡ് എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വൈൽ കണ്ടക്ടിങ് ബിസിനസ്. നമ്മൾ ബിസിനസ് നടത്തുന്ന സമയത്ത് എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ആണ് നടത്തേണ്ടത് എന്നുള്ളതാണ് കൗടില്യയിൽ പറയുന്നത്. ദെൻ ഇന്ത്യയുടെ CSRന്റെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യയിലെ റിലീജിയൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഒരുപാട് റിലീജിയൻസ് ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സുകളും ഈ CSRലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഇപ്പോൾ ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഹാഡ് എ ലോ കോൾഡ് സക്കാത്ത്, അല്ലെ സക്കാത്ത് ഉണ്ട്. അതായത് പിന്നെ റൂൾഡ് ദാറ്റ് പോർഷൻ ഓഫ് വൺസ് ഏർണിംഗ് മസ്റ്റ് ബി ഷെയർഡ് വിത്ത് പുവർ ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻ. അതായത് ഒരാൾക്ക് കൂടുതലായിട്ടുള്ള സമ്പത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് പാവപ്പെട്ട ആളുകളിലേക്ക് ഡൊണേഷനായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് ഇസ്ലാമിൽ സക്കാത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിഖ് മതത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ടു ഇസ്ലാം സക്കാത്ത്, സിഖ് ഫോളോഡ് ദാറ്റ് വാട്ട് ദേ കോൾഡ് ദശാന്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. സെയിം ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇസ്ലാമിലെ സക്കാത്ത് പോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹിന്ദു റിലീജിയനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ടെമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ടെമ്പിൾസിൽ നൈറ്റ് ഷെൽട്ടേഴ്സ് ഉണ്ട്. അത് പുവർ കാസ്റ്റിലേക്ക് ആളുകൾക്ക് താമസിക്കാനും അവർക്ക് ഫുഡ് നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ധർമ്മത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഹിന്ദു മതത്തിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ദി എമൗണ്ട് വാസ് നോൺ ആസ് ചാരിറ്റി എമൗണ്ട് ഓഫ് ഓർ ധർമ്മത. അതായത് അവർ പിന്നെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു എമൗണ്ടിനെയാണ് ധർമ്മത എന്നുള്ള ഒരു പിന്നെ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ രീതിയിൽ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു CSRലേക്ക് ഇന്ത്യയിൽ ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. സോ ഇന്ത്യയുടെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് അഥർവണ വേദ, യജുർവേദ, ഋഗ്വേദ, അതുപോലെ തന്നെ കൗടില്യ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജൻസ്, ഇസ്ലാം, അതുപോലെ തന്നെ സിഖ് മതം, അതുപോലെ തന്നെ ഹിന്ദു മതം, അല്ലെ ഇത്തരത്തിലുള്ള മതങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. സോ അതെല്ലാം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, CSRലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ CSR ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ബിർള ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഗോദ്രേജ്, ബജാജ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ചാരിറ്റബിൾ ഫൗണ്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രസ്റ്റുകളും ഒക്കെ നടത്തി പോരുന്നുണ്ട്. ഒരുപാട് പിന്നെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അതുപോലെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പിന്നെ ചാരിറ്റി ആക്ടിവിറ്റീസിൽ ഇവരെ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അതിൽ എക്സാമ്പിൾസ് നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ട്. ടാറ്റ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എയ്ഡ്സ് രോഗികൾക്കുള്ള അവയർനെസ് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ചൈൽഡ് എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാടെക് സിമെന്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ 407 വില്ലേജുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സോഷ്യൽ വർക്കുകളിൽ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കിയാൽ
മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര കമ്പനി ഒരുപാട് പിന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ITC ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 40,000 വില്ലേജുകൾ കവർ ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സുകൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസിൽ ഇന്ത്യൻ കമ്പനീസ് എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരു CSRൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ കറൻ്റ്ലി CSRൻ്റെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇത്രയാണ് CSRുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ CSRൻ്റെ ഒരു സിറ്റുവേഷനും നമുക്ക് പറയാനുള്ളത്. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.